നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും കൈകാര്യം ചെയ്യാൻ ഏറ്റവും പാടുള്ള, ഈ ഗ്രഹം ബലപ്പെട്ടാൽ അവരെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അവരെ ഇമോഷണലി എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എപ്പോഴും അവരെ ഹാൻഡിൽ ചെയ്യും. പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ഇമോഷണലാവും, പെട്ടെന്ന് സ്നേഹിക്കും. എല്ലാം വളരെ വേഗത്തിലുള്ളവരായിരിക്കും. അപ്പം മനസ്സ്, വികാരം, മാതാവ് എന്നിവയുടെ കാരകനായിട്ടുള്ള ചന്ദ്രൻ നിഗൂഢതകളുടെയും പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെയും ഭാവമായിട്ടുള്ള രന്ധ്രഭാവം അഥവാ അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള പ്രധാന ഫലങ്ങൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നോക്കാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജിജ്ഞാസുക്കൾക്കും സ്വാഗതം. ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ, ഗുഡ് എഫക്റ്റ്, പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം. 8 ബലവാനായിട്ടുള്ള ചന്ദ്രൻ നിന്നാൽ ഉള്ളൊരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യവർക്ക്. സൂപ്പറാണ് ഇൻറ്റ്യൂഷൻസ്. ഇവരെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവ്, സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയില്ല, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഭയങ്കരമായിരിക്കും. അതായത് ഇവർക്ക് കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. അത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇവരുടെ അടുത്തേക്ക് എത്തുന്ന ഒരാൾ വരുമ്പോൾ തന്നെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. എന്താണ്, എങ്ങനെയാണെന്നുള്ളത്, എന്തിനാണ് വരുന്നത് എന്നുള്ളത് പെട്ടെന്ന് അവർ ആ ഇൻറ്റ്യൂഷൻസ് വളരെ വേഗത്തിൽ വർക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗവേഷണ താല്പര്യമാണ്. വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും വേഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജ്യോതിഷം, സൈക്കോളജി, താന്ത്രിക വിദ്യകൾ, മറ്റ് നിഗൂഢ ശാസ്ത്രങ്ങൾ എന്നിവയിൽ ആഴത്തിലുള്ള അറിവ് നേടാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. നന്നായിട്ട് മെൻ്റലി പൊളിഞ്ഞിട്ടുള്ളത് കൊണ്ടും നന്നായിട്ട് അതിഭീകരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ ഇവർ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ ഹീൽ ചെയ്ത് ഓവർകം ചെയ്ത് വന്ന് ഈ സൈക്കോളജിയോ ജ്യോതിഷമോ അല്ലെ താന്ത്രിക വിദ്യകളോ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഇവർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വളരെ ജെന്യുവിനായിട്ടുള്ള, നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതായത് നിങ്ങളെ ഹീൽ ചെയ്യുന്ന ഹീലേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജി സെഷൻസ് നിങ്ങളെടുക്കുന്ന അത് കൈകാര്യം ചെയ്തിരുന്ന സൈക്കോളജിസ്റ്റുകൾ, അവരൊക്കെ പല ആൾക്കാരും ഞാൻ കണ്ടുള്ള നാർസിസ്റ്റുകളായിട്ടാണ്. പക്ഷേ അങ്ങനെ അല്ലാതെ വളരെ ജെനുവിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന, വളരെ സ്നേഹത്തോടെ മനുഷ്യത്വപരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർക്ക് അവരുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ അവർക്ക് 8 ചന്ദ്രനുണ്ടെങ്കിൽ അതിഭീകരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ ഇവർ കടന്നുപോയി അതിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി വന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ഇവരുടെ അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനവും ഇവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവും കൂടി ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കുമ്പം ഇവർക്ക് പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാവും, പെട്ടെന്ന് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും കഴിയും. പിന്നെ പൊതുവേ മൂണിന് ബലവും കൂടെ വരികയാണെങ്കിൽ ഇവർ ഒരു മദർലി നേച്ചറും കൂടി ഇവർക്കുണ്ടാവും. അപ്പം അതും കൂടെ വരുമ്പോഴത്തേക്ക് ആണായാലും പെണ്ണായാലും ഒരു അമ്മയുടെ ഒരു കരുതൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കരുതൽ നേച്ചറും കൂടെ വരുമ്പം ഇവർക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ട്രോമ സ്വയം ഹീൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അടുത്തത് ഭൗതികപരമായിട്ടുള്ളൊരു കാര്യം പറയാം. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭമാണ്. പാരമ്പര്യ സ്വത്ത്, ഇൻഷുറൻസ് അല്ലെങ്കിൽ പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നുള്ള ധനം അല്ലെങ്കിൽ അമ്മയുടെ പൂർവ്വസ്വത്ത്, ഇതേതെങ്കിലും വഴി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബാഡ് എഫക്റ്റുകൾ നോക്കാം. മാനസിക സമ്മർദ്ദം ഒന്നാമത്തേത്. മെൻ്റൽ സ്ട്രെസ്സ്. അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ ഭയം, ഉത്കണ്ഠ, ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം, ഇന്നല്ലേ അതിനുള്ള പേര് ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നൊരു കോമൺ വേർഡാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു മിണ്ടിയ ഡിപ്രഷനാണെന്ന് പറയും. അത്ര
അത് വെറുതെ ആങ്സൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ചാൽ, അങ്ങനെയുള്ളവരെ കണ്ടാൽ, അവരുമായിട്ട് ഇടപെടുമ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഭീകരമായൊരവസ്ഥയാണ് ശരിക്കുള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല, ജീവിതം തന്നെ മടുത്ത, അതായത് നമുക്ക് നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഭയം എന്ന് പറയുന്നത് മനുഷ്യന് സഹജമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണോ ഭയം. പെട്ടെന്നൊരു കാര്യം അയ്യോ നമ്മൾ പറയും, അല്ലെങ്കിൽ ഒരു പാമ്പിനെയൊക്കെ കാണുമ്പം ഫോബിയ ഉള്ളവരാണെങ്കിൽ യു എന്ന് പറയും ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോൾ യു എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്, അവിടെ കാണും നമ്മൾ ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭയമുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ അനാവശ്യമായിട്ടുള്ള ഭയം, ഉത്കണ്ഠ, പെട്ടെന്നുള്ള വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ, മൂഡ് സ്വിങ്സ് എന്ന് പറയും. ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യം ഇങ്ങനെ പെട്ടെന്ന് മാറും. ഇതിൻ്റെയൊക്കെ ആകത്തുകയും ഇതിൻ്റെയൊക്കെ ഒരു തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിഭീകരമായ അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആർക്കും വരാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. കാരണം നമ്മളീ പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്കപ്പോഴും ഒരു സർവൈവൽ അവസ്ഥയുണ്ടാകും, നമുക്ക് കയറി വരാനുള്ളൊരു കഴിവുണ്ടാവും. മറ്റേത് അങ്ങനെയല്ല, ഒരു മരുഭൂമി പോലെയാവും മനസ്സ്, ഒരു പ്രതീക്ഷയുമില്ലാതെ വല്ലാതെ വരണ്ട്, ഉറക്കമില്ല, എല്ലാ താളവും തെറ്റുന്ന അവസ്ഥ. മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. പക്ഷെ അതുപോലും ഒരു വിഷയമല്ലാത്തൊരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നെത്തിക്കുന്ന അതിഭീകരമായ അവസ്ഥ, അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട്. നിങ്ങൾക്ക് സൈക്കോളജി ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ കോറ പോലുള്ള ഇതിനകത്തോ അല്ലെങ്കിൽ academia.in എന്ന് പറയുന്ന വെബ്സൈറ്റുകളിലൊക്കെ അനവധി സൈക്കോളജിസ്റ്റുകൾ ഡിപ്രഷനെ പറ്റിയൊക്കെ അനേക ആർക്കൈവ്സിനകത്തൊക്കെ ഒരുപാട് പേപ്പറുകൾ പല എക്സ്പീരിയൻസുകളെക്കുറിച്ചും പല ഡോക്ടർമാരുടെ 10-30 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവർ പറയുന്നുണ്ട്. അതൊക്കെ മേടിച്ച് വായിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സാധാരണ നമുക്ക് അവിടെ ഇവിടെയും കിട്ടുന്ന പുസ്തകങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങളോ അല്ല. അതൊക്കെ ഒരു സ്പൂൺ ഫീഡിങ് പോലെ, അതൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് കണ്ടോളുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ റിസർച്ച് പേപ്പറുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ പറയും. ഇതിന്നത് കൊണ്ടാണ് അതെന്ന്. ആ എക്സ്പീരിയൻസുകൾ നമ്മൾ കാര്യങ്ങളെടുത്ത് അതിനെ കർമ്മഫലവുമായിട്ട് കൂട്ടിച്ചിന്തിപ്പിച്ച് ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്പിരിച്വാലിറ്റി, ഇവർ പലപ്പോഴും സൈക്കോളജി, നമുക്കൊരു പ്രതിസന്ധി വരുമ്പം സൈക്കോളജി ഒന്നും വർക്ക് ചെയ്യില്ല. കറക്റ്റ് നല്ലൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലുള്ള ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ആ ഒരു വക്കിലൂടെ പോവുകയാണെങ്കിൽ മനസ്സിലാവും അവിടെ സൈക്കോളജിയോ ഒരു കാര്യങ്ങളും നമ്മളെ ആ സമയത്തൊന്നും വലുതായിട്ട് ഒരാളെ ചിലപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തൊന്നും വരാം. പക്ഷെ നമുക്കവിടെ ഒരു പ്രതീക്ഷ, നമുക്കൊരു ബലം, ഒരു മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു സപ്പോർട്ടീവായിട്ട് ഒരാൾ, എല്ലാം തികഞ്ഞൊരാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കണക്റ്റ് ചെയ്യാൻ പലപ്പോഴും മന്ത്രശാസ്ത്രങ്ങൾക്ക് പറ്റും, ക്ഷേത്രങ്ങൾ പറ്റും. പല ആൾക്കാർക്കും ഡിപ്രഷൻ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ചുറ്റുപാടുള്ള ആൾക്കാർ, ഞാൻ പലപ്പോഴും ഉത്സവങ്ങളൊക്കെ കാണുമ്പം ഈ ഒരുപാട് കുടുംബക്കാർ ഗ്യാതറിങ് ഒക്കെ കാണുമ്പോൾ വെള്ളവടി ആയാലും അടിയായാലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ആഘോഷങ്ങളിനേക്കാളും കൂടുതൽ ക്ഷേത്രത്തിലെ ആഘോഷങ്ങളും ഗാനമേളയോ പ്ലോട്ടോ ഒക്കെ ആയിരിക്കും ആൾക്കാർ പറയുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഓണാട്ടുകരയിൽ എന്ന് പറയുന്നത് ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഘോഷയാത്രകളും അതുമൊക്കെയാണ്. ക്ഷേത്രത്തിനുള്ളിൽ അനേകായിരം പൂജാകാര്യങ്ങളും പലതരത്തിലുള്ള ക്രിയകളും നടക്കുകയാണ്. അമ്പലത്തിനകത്തൊന്നും ആൾ കാണത്തില്ല, എല്ലാവരും പുറത്തായിരിക്കും. കൂട്ടത്തിൽ വീട്ടിൽ ഒരുമിച്ച് കൂടി നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സംസ്കാരം വെച്ചിട്ട് കള്ളു കുടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ഉണ്ടാക്കുക, ഒരുമിച്ച് കൂടുക, ഇതൊക്കെ ബന്ധങ്ങൾ ഒരുമിച്ച് കൂട്ടി നിർത്തുന്നത് തന്നെ ഉത്സവം എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ നമ്മൾ ആ ഉത്സവം ഉപയോഗിക്കുന്നത് ചാരായം കുടിക്കാനും അതേപോലെ തന്നെ പലതരത്തിലുള്ള ബഹളങ്ങൾക്ക് വേണ്ടിയും ഒക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഉറക്കമേ കാണില്ല. അവർക്കായിരിക്കും ഇതൊന്ന് കഴിഞ്ഞിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. കാരണം അവരത്രയും അലേർട്ടായിരിക്കും, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ അതാണ് ഇന്നത്തെ കാലത്തെ ഉത്സവം എന്ന് പറയുന്നത്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ വേറെ പാർട്ടിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണെങ്കിൽ പറയാതെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയും. ഇതങ്ങനെയല്ല. ക്ഷേത്രത്തിലെ ഭഗവാൻ കൊടിയിലൂടെ
മുകളിലേക്ക് കയറി ആ നാട് മൊത്തവും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായിട്ട് നിൽക്കുമ്പം ആ ചൈതന്യം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് എത്താനും അതിൻ്റെ പലതരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾ ആ ക്ഷേത്രത്തിൽ നടക്കുമ്പം സാധനയിൽ ഉള്ളതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ പങ്കുകൊള്ളുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം കരക്കാർ തിരിഞ്ഞ് വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങൾക്ക് ഈ പ്രാവശ്യം ആ പക തീർക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഉത്സവങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്നല്ല, കുറേ കാലം മുമ്പ് പോലെ എങ്ങനെയാണെന്നാണ് പറയണേ. പഴയ ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളും ഒക്കെ വായിച്ചാൽ പലപ്പോഴും ഉത്സവങ്ങളെന്ന് പറയുന്നത് യുദ്ധക്കളമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഇതൊക്കെ ഉള്ളത് കൊണ്ടും കൂടിയാണ് പലപ്പോഴും പല ആൾക്കാർക്കും ഡിപ്രഷൻ ഇല്ലാത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മിക്ക ആൾക്കാരും ഡെയിലി അമ്പലത്തിൽ പോകും. ഇവരൊന്നും സ്പിരിച്വലി അങ്ങനെ അത്ര വലിയ ഹൈയൊന്നുമല്ല, എന്നാൽ പോലും അവർക്കൊരു സമാധാനമാണ് ആ ക്ഷേത്രത്തിൽ പോവുക, അതിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക, ഭഗവാനെ കുറച്ച് നേരം കാണുക, അല്ലെ ഭഗവതിയെ കുറച്ച് നേരം കാണുക, അവിടെ നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം പറയുക, തിരിച്ചു വരിക. ഇങ്ങനെ നിരന്തരമായി പോകുമ്പോൾ അവർക്ക് അവിടെ പരിഭവങ്ങൾ പറയാനുണ്ടാവും, നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവും, അവരുടെ മക്കളുടെ വിജയങ്ങളുടെ കാര്യം പറയാനുണ്ടാവും, മക്കളുടെ വിജയങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ടെൻഷൻസ് പറയാനുണ്ടാവും, നല്ലത് പറയാനുണ്ടാവും, മോശത് പറയാനുണ്ടാവും, ഭഗവാനെ കുറ്റപ്പെടുത്താൻ പോകുന്ന സമയങ്ങളുണ്ടാവും. പക്ഷേ ഇതെല്ലാം അവിടെ പറഞ്ഞ് അവർ വലിയൊരു ഹീലിംഗ്, അവരുടെ സ്വയം ഒരു ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഇതും കൂടി ഇല്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവർക്ക് കാരണം അറിവില്ല, അവരെ ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ പോയിട്ട് തിരിച്ചു വന്നിട്ട് സാധാരണ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഗൈഡൻസ് ഒന്നും ഇല്ലാതെ തന്നെയും ക്ഷേത്ര ദർശനം കൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൊണ്ട് തന്നെ വല്ലാണ്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഡിപ്രഷൻ, ഞാൻ പറഞ്ഞത് ചുമ്മാ തമാശയ്ക്ക് ആൾക്കാർ എന്നെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ പറയാം, സാർ എനിക്ക് ഡിപ്രഷനാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ വേഡ് വളരെ ഡീപ്പാണ്. 8ാം ഭാവവുമായിട്ട് അതിന് നല്ല ബന്ധമുണ്ട്. അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയവും ആണ്. അതുകൊണ്ട് തന്നെ ഏകാന്തത, അനാവശ്യ ഭയം, ഉത്കണ്ഠ, മൂഡ് സ്വിങ്സ് ഇതൊക്കെ അഷ്ടമത്തിലെ ചന്ദ്രൻ നൽകും. അഷ്ടമത്തിലെ ചന്ദ്രന് ശനിബന്ധവും കൂടി വന്നാൽ മുമ്പേ പറഞ്ഞ പോലെ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടേ? ഭഗവതിയെ ആശ്രയിക്കുക. ഭഗവതിയെ അങ്ങ് മാതൃദേവതയെ ആശ്രയിക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് ദോഷകരമായിട്ടുള്ള മറ്റൊരു ഫലം എന്ന് പറയുന്നത് മാതൃദോഷമാണ്. ചന്ദ്രൻ ആയതിനാൽ ഈ സ്ഥാനം അമ്മയുടെ ആരോഗ്യത്തെ ഒരുപക്ഷെ പ്രതികൂലമായിട്ട് ബാധിക്കുകയോ അമ്മയോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അല്ലെങ്കിൽ അമ്മയുമായിട്ടൊരു അകൽച്ചയോ പ്രശ്നങ്ങളോ ഉണ്ടാവും. രവി 8-ൽ നിന്നാൽ ഇതുപോലെയാണോ അച്ഛനിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, അച്ഛനിൽ ഒരു പ്രതീക്ഷയില്ലാതെ വരുന്നത്, അച്ഛനുമായി പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ അമ്മയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ചിലവർ പറയും എനിക്ക് അമ്മയോട് ഭയങ്കര കണക്ഷനാണ്. പക്ഷെ അത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പറയും എനിക്ക് വളരെ വേദനാജനകമായി, എനിക്കതിൽ നിന്ന് തിരിച്ച് കയറാൻ പറ്റുന്നില്ല എന്ന്. ചിലപ്പോൾ അമ്മയുടെ മരണമായിരിക്കാം, അല്ലെ അമ്മയിൽ നിന്നുണ്ടായിട്ടുള്ളൊരു ദുരനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അത്രയും ആ ഒരു ഡെത്ത് പോലെ നമുക്കുള്ളിൽ ഒരു മരണം പോലെയുള്ളൊരവസ്ഥ, അല്ല സ്വയം മരിക്കുന്ന ഇതിൽ നല്ല തന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥകൾ വരാം. അല്ലെങ്കിൽ അമ്മ എന്നുള്ളതൊരു വേദനയായി എന്നും ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട അവസ്ഥ വരാം. ഇതിലേതെങ്കിലുമൊക്കെ വരാം. അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റ് അമ്മയോടുണ്ടായിട്ട് അതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ വരികയോ ചെയ്യാം എന്നുള്ളതാണ്. ഇനിയുള്ളതെന്ന് പറയുന്നത് അഷ്ടമത്തിലെ ചന്ദ്രൻ എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ട് നൽകുമെന്നുള്ളതാണ്. ബാലാരിഷ്ട അഷ്ടമത്തിലെ ചന്ദ്രൻ. അപ്പം എന്ന് പറയുന്നത് ജലദോഷം, ആസ്മ പോലുള്ള അസുഖങ്ങൾ, ജലത്തിൽ നിന്നുള്ള ഭയം, വെള്ളത്തിൽ വീണ് മുങ്ങി താഴ്ന്ന് ആയുസ്സുണ്ടെങ്കിൽ അത് രക്ഷപ്പെടും, അല്ലെങ്കിൽ വെള്ള നിമിത്തമുള്ള ഭയങ്ങൾ, അങ്ങനെയൊക്കെ അപകടങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. ജലജന്യ രോഗങ്ങൾ പെട്ടെന്ന് ഒരു 12-13 വയസ്സ് വരെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പിടിക്കുകയോ, എന്നും മൂക്കടപ്പ്, അസ്വസ്ഥതകൾ, ജലദോഷങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ എനിക്ക് പറയാനുള്ളത്. ഒരുപാട്
പ്രത്യേകതകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇതുമായിട്ട് ഘടിപ്പിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പം അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ ഈ ആവർത്തന വിരസത കൊണ്ടും അതുപോലെ തന്നെ ഈ ഓവറായിട്ട് വീഡിയോ ലെങ്ത് ആവുന്ന ബുദ്ധിമുട്ട് കൊണ്ടുമാണ് ഞാൻ വളരെ കുറച്ച് കണ്ടൻ്റാക്കി ചില വീഡിയോസ് കുറയ്ക്കുന്നത്. കാരണം ഇത് കാണുമ്പം ഇതിനോടൊപ്പം തന്നെ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് അതിൻ്റെ നോട്ടുകളെടുത്ത് റെഫർ ചെയ്യണം. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് എവിടെയൊക്കെയാണ് യോജിക്കുന്നത് അതെല്ലാം യോജിപ്പിച്ച് ചിന്തിക്കണം. ചിലപ്പോൾ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ പല ആവർത്തി തെറ്റുമ്പം പിന്നീട് അത് ശരിയാവും, അതൊരു അനുഭവമാവും. ആ അനുഭവമാണ് ഏറ്റവും വലിയ പ്രമാണവും. പിന്നീട് നിങ്ങൾക്ക് ഒരാളുടെ ജാതകം കാണുമ്പോൾ 8th ഹൗസ് ചന്ദ്രൻ, അത് ഏത് നക്ഷത്രത്തിലാണ്, ഏത് ദ്രേക്കാണത്തിലാണ്, എവിടെയാണ് നിൽക്കുന്നത്, എത്രാം ഭാവാധിപനാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം ഒരു 4ാം ഭാവാധിപൻ 8ൽ പോയ ദോഷങ്ങൾ, ഇപ്പം 4ാം ഭാവാധിപനായ ചന്ദ്രനാണ്. ഇപ്പം മേടൻ രത്നക്കാർക്ക് 4ാം ഭാവാധിപനായ ചന്ദ്രൻ അത് വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് നീചനായ ഒരവസ്ഥ വരും. 4ാം ഭാവാധിപൻ 8ൽ പോകുമ്പോൾ സുഖഭാവാധിപൻ അഷ്ടമത്തിൽ പോകുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. 4ാം ഭാവം അമ്മ, വണ്ടി, വാഹനങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ്. അത് 4ാം 8ൽ പോകുമ്പോൾ അതിൻ്റെ നഷ്ടങ്ങൾ വരും, നീചനാണ്. അപ്പം ഇങ്ങനെ ഭാവവുമായിട്ടും ഗ്രഹവുമായിട്ടും ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ ഘടിപ്പിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ചന്ദ്രൻ്റെ കാർമിക് കണക്ഷൻസിനെ, കാർമിക് റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.